നമസ്കാരം. വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും തനതായ സാംസ്കാരിക അടയാളങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ സംസ്ഥാനത്തിന്റെയും ഔദ്യോഗിക മൃഗങ്ങൾ. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ആനിമൽസിനെ പരിചയപ്പെട്ടാലോ? ആദ്യം നമ്മുടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക മൃഗം ഗജവീരനായ ആനയാണ്. എന്നാൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് വന്നാൽ ചിത്രം മാറും. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ഇനമായ വരയാടാണ് അവിടുത്തെ താരം. അടുത്തതായി ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ ഒരേ മൃഗമാണ് ഔദ്യോഗിക പദവി അലങ്കരിക്കുന്നത്. അത് അതിമനോഹരമായ കൃഷ്ണമൃഗമാണ്. ഇനി നമുക്ക് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കാം. ഗുജറാത്തിന്റെ അഭിമാനമായ ഏഷ്യൻ സിംഹങ്ങളെ അവിടെ കാണാം. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ വലിപ്പമേറിയ മലയണ്ണാനാണ് ഔദ്യോഗിക മൃഗം. ഗോവയിലും ബീഹാറിലും വന്യതയുടെ പ്രതീകമായ കാട്ടുപോത്താണ്. മഞ്ഞുമൂടിയ ഹിമാചൽ പ്രദേശിൽ മഞ്ഞുപുലി രാജാവായി വാഴുമ്പോൾ രാജസ്ഥാനിൽ മരുഭൂമിയിലെ കപ്പലായ ഒട്ടകവും വേഗമേറിയ ചിങ്കാരമാനും ആ പദവി പങ്കിടുന്നു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും കാണപ്പെടുന്നത് അപൂർവമായ ചതുപ്പുമാനുകളെയാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മൃഗങ്ങൾ ഏറെ കൗതുകമുള്ളവയാണ്. അസമിൽ പ്രസിദ്ധമായ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ആണെങ്കിൽ സിക്കിമിൽ അത് അതിമനോഹരമായ ചുവന്ന പാണ്ടയാണ്. മണിപ്പൂരിൽ തടാകങ്ങൾക്കരികിൽ മാത്രം കാണുന്ന സാങ്കായ് മാൻ നാഗാലാൻഡിന്റെയും അരുണാചൽ പ്രദേശിന്റെയും ഔദ്യോഗിക മൃഗം ഒന്നാണ്. അതാണ് മിഥുൻ. തെലങ്കാനയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഔദ്യോഗിക മൃഗം പുള്ളിമാനാണ്. തെലുങ്കിൽ ജിങ്ക് എന്നറിയപ്പെടുന്ന ഈ മനോഹര ജീവിയാണ് തെലങ്കാനയെ പ്രതിനിധീകരിക്കുന്നത്. ഹിമാലയൻ കുന്നുകളിലെ ഉത്തരാഖണ്ഡിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ അഭിമാനമാണ് ഹിമാലയൻ കസ്തൂരിമാൻ. അപൂർവമായ ഈ മാൻ വർഗമാണ് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗം. പശ്ചിമ ബംഗാളിലെത്തിയാൽ അവിടുത്തെ പ്രത്യേകതയായ മേനിപ്പൂച്ച, ഫിഷിംഗ് ക്യാറ്റാണ് നമ്മളെ വരവേൽക്കുക. നദീതീരങ്ങളിൽ മീൻ പിടിച്ചു ജീവിക്കുന്ന ഈ പൂച്ചവർഗമാണ് അവിടുത്തെ സംസ്ഥാന മൃഗം. ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഔദ്യോഗിക മൃഗം കാട്ടുപോത്ത് ആണ്. കരുത്തിന്റെയും വന്യതയുടെയും പ്രതീകമായ ഈ ജീവിയാണ് ഛത്തീസ്ഗഡിനെ പ്രതിനിധീകരിക്കുന്നത്. മേഘാലയയിലെ കുന്നുകളിൽ അപൂർവമായ മേഘപുലിയാണ് നമ്മളെ വരവേൽക്കുക. ഈ മനോഹരമായ പൂച്ചവർഗമാണ് മേഘാലയയുടെ സംസ്ഥാന മൃഗം. മിസോറാമിലേക്ക് കടക്കുമ്പോൾ കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്ന ഹിമാലയൻ സെറോ ആണ് അവിടുത്തെ സംസ്ഥാന മൃഗം. മിസോ ഭാഷയിൽ ഇവർ സാസ് എന്നറിയപ്പെടുന്നു. ത്രിപുരയുടെ ഔദ്യോഗിക സംസ്ഥാന മൃഗം ഫേസ് ലീഫ് മങ്കിയാണ്. മലയാളത്തിൽ ഇവയെ ഫേസ് ലങ്കൂർ എന്നും വിളിക്കുന്നു. ഇന്ത്യയിലെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അവയുടെ ഔദ്യോഗിക മൃഗങ്ങളെയും കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 1. അന്തമാൻ നിക്കോബാർ. ഇവിടുത്തെ ഔദ്യോഗിക മൃഗം കടൽ പശു അഥവാ ഡുഗോങ് ആണ്. 2. ചണ്ഡീഗഡ്. ഇന്ത്യൻ ചാരകീരിയാണ് ഇവിടുത്തെ ഔദ്യോഗിക മൃഗം. 3. ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു. ഈ പ്രദേശത്തിന് നിലവിൽ പ്രത്യേകം ഔദ്യോഗിക മൃഗത്തെ പ്രഖ്യാപിച്ചിട്ടില്ല. 4. ഡൽഹി. നീൽഗായ് ആണ് ഡൽഹിയുടെ ഔദ്യോഗിക മൃഗം. 5. ജമ്മു കാശ്മീർ. ഹംഗുൽ അഥവാ കാശ്മീരി മാൻ ആണ് ഇവിടുത്തെ ഔദ്യോഗിക മൃഗം. 6. ലഡാക്ക്. മഞ്ഞുപുലിയാണ് ലഡാക്കിന്റെ ഔദ്യോഗിക മൃഗം. 7. ലക്ഷദ്വീപ്. ബട്ടർഫ്ലൈ ഫിഷ് അഥവാ ശലഭ മത്സ്യമാണ്
ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ചിഹ്നം. 8. പുതുച്ചേരി. അണ്ണാനാണ് പുതുച്ചേരിയുടെ ഔദ്യോഗിക മൃഗം. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഇത്തരം അറിവുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.